ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രീവിയസ് ആയിട്ടുള്ള മാത്സിലെ കുറച്ച് ചോദ്യങ്ങളാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സിലെ ചോദ്യങ്ങൾ പഠിക്കുക, അതുവഴി നമുക്ക് മാർക്കുകൾ സ്കോർ ചെയ്യുക. ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഈ ഒരു വീഡിയോ ക്ലാസ് സീരീസ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം 5^3, 5^4, 5^5, 5^7 ഇങ്ങനെ ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇതിലെ പൂർണ്ണവർഗം ഏതാണ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം കണ്ടുപിടിക്കേണ്ടത് പൂർണ്ണവർഗം ഇതിലേതാണെന്നാണ്. അപ്പം ഇങ്ങനെ ഒരു പവർ തല്ലുകയാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത് അതിന്റെ പവർ എവിടെല്ലാമാണോ ഇരട്ട സംഖ്യ ആയിട്ട് വരുന്നത് അതെല്ലാം എന്തായിരിക്കും? പൂർണ്ണവർഗമായിരിക്കും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 5^3 ഉണ്ട്, 5^4 ഉണ്ട്, 5^5 ഉണ്ട്, 5^7 ഉണ്ട്. അപ്പൊ അതിൽ ഇരട്ടയായിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 5^4 ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്തത്, 1 കിലോഗ്രാം ആപ്പിളിന് 150 രൂപയും 1 കിലോഗ്രാം ഓറഞ്ചിന് 60 രൂപയുമാണ് വില. 3 കിലോഗ്രാം ആപ്പിളിനും 4 കിലോഗ്രാം ഓറഞ്ചിനും കൂടി ആകെ എത്ര രൂപയാകും? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ 1 കിലോഗ്രാം ആപ്പിളിന്റെ വില 150, 1 കിലോഗ്രാം ഓറഞ്ചിന്റെ വില 60 രൂപ എന്ന് നൽകിയിട്ടുണ്ട്. 3 കിലോഗ്രാം ആപ്പിളിന്റെ വില 3 × 150, അതുപോലെ 4 കിലോഗ്രാം ഓറഞ്ചിന്റെ വില 4 × 60. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 540 ഇവിടെ 240, ഇത് ചെയ്താൽ 780. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത്, 2 മീറ്റർ പെർ സെക്കൻഡ് ശരാശരി വേഗതയിൽ പോകുന്ന ഒരു കാർ 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കുമെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ 20 മീറ്റർ പെർ സെക്കൻഡിൽ പോവുകയാണ് ആ ഒരു കാർ എന്ന് പറയുന്നത്. അത് 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കും? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന നമ്മുടെ ഇക്വേഷൻ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. സ്പീഡ് എന്ന് പറയുമ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 36 കിലോമീറ്റർ ആണ്. ടൈം നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ് നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ നമ്മൾ നോക്കുക, 36 കിലോമീറ്റർ എന്നാണ്. സ്പീഡ് കൊടുത്തിരിക്കുന്ന മീറ്റർ പെർ സെക്കൻഡിലാണ്. അത് എന്തിലേക്ക് മാറ്റണം? കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 20 × 18/5 ചെയ്യുക. നമ്മൾ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ 18/5 ആണ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന മീറ്റർ പെർ സെക്കൻഡ് വാല്യൂവിനെ 18/5 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. നേരെ തിരിച്ചാണെങ്കിലോ, അതായത് കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ വേണ്ടി നേരെ തിരിച്ച് ഗുണിക്കും. അതായത് 5/18 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പഠിക്കാനുള്ള ബേസിക് കാര്യമാണ് അത്. ഇവിടെ നമ്മൾ വെട്ടി ചുരുക്കുന്നു. ഇവിടെ 4 വട്ടം പോകും. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ 9 വട്ടം വരും. ഇതിങ്ങനെ വെട്ടുമ്പോൾ 2 വട്ടം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? 2 = 1/t എന്നായിട്ട് മാറിയിരിക്കുകയാണ്. ടി എന്ന് പറയുമ്പോൾ അരയാണ്. അരമണിക്കൂർ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ഈ പറയുന്ന മീറ്റർ പെർ സെക്കൻഡിന് ഇപ്പോൾ എന്താക്കി മാറ്റിയിട്ടുണ്ട്? കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടൈം എന്തിലായിരിക്കും? ഹവറിലായിരിക്കും. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്? ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം, 30 മിനിറ്റ് ആണ്. ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ 30 മിനിറ്റ് എന്നതാണ് ഇവിടെ നമുക്ക് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത് 1.25 എന്ന ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോൾ 1.25 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട് നോക്കുക? 2 ഡിജിറ്റ് ആണുള്ളത്. അതിനർത്ഥം എന്താണ്? അതിനെ നമ്മൾ ഈ പറയുന്ന ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 10 അതായത് 100 വെച്ചിട്ട് ഹരിക്കുക എന്നാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. അതായത് 1.25 എന്നാണ് നമ്മുടെ ഓപ്ഷനിൽ, അതായത് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ആണുള്ളത്. അതിനർത്ഥം 100 വെച്ച് ഹരിക്കുക. അപ്പൊ നമുക്ക് ലഭിക്കും എന്ത്? ഭിന്നസംഖ്യ രൂപം കിട്ടും. അതായത് 125/, അതായത് പോയിന്റ് ഒഴിവാക്കിയിട്ട് 125/100 എന്ന് ചെയ്യുക. 125/100 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 125/100 എന്ന് പറഞ്ഞാൽ 1.25 തന്നെയാണ്. അപ്പോൾ വാല്യൂവിലൊന്നും വ്യത്യാസം വരുന്നില്ല. അപ്പോൾ എന്താണ്? 125/100 അതിനെ നമ്മൾ വെട്ടിച്ചുരുക്കുക. കാരണം ഓപ്ഷനിൽ 125/100 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ഇത് നമ്മൾ വെട്ടിച്ചുരുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5/4 എന്നാണ് കിട്ടുക. അതായത് 25 വെച്ച് വെട്ടിയാൽ 5 വരും. അതേപോലെ തന്നെ 100 എത്രയാണ്? 4 വട്ടം. 5/4 ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നാളെ ഒരു പരീക്ഷയ്ക്ക് 12.5ന്റെ ഈ പറയുന്ന ഭിന്നസംഖ്യ രൂപം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? 12.5ന്റെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒറ്റ ഡിജിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരു 10 വെച്ച് ഹരിച്ചാൽ മതി. അപ്പോൾ 125/10 എന്നാണ് വരിക. മറ്റൊരു പരീക്ഷയ്ക്ക് 0.125ന്റെ ഭിന്നസംഖ്യ രൂപം എഴുതാൻ പറഞ്ഞാലോ, 0.125ന്റെ ഭിന്നസംഖ്യ രൂപം. അപ്പോൾ നമ്മൾ 125 പോയിന്റ് കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ് ഉണ്ട്. 3 10 വെച്ച് ഹരിക്കുക, അതായത് 1000 വെച്ച് ഹരിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിന്റെ ഉത്തരത്തിലേക്ക് വരിക. ഇനി എന്തെങ്കിലും കാരണവശാൽ 125/1000 എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലെങ്കിലോ, അത് വെട്ടിച്ചുരുക്കിയാൽ കിട്ടുന്ന ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഒരാൾ ഒരു സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. 5% ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തില് 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. നമ്മളെപ്പോഴും കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100% എടുക്കാറുള്ളത്. നഷ്ടമുണ്ടായ 100നോട് കുറയ്ക്കുകയും അതേപോലെ തന്നെ ലാഭം ഉണ്ടായ 100നോട് കൂട്ടുവാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 2070 രൂപ എന്ന് പറയുന്നത് 10% നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിന്റെ എത്ര ശതമാനമാണ്? 100നോട് 10 കുറച്ചാൽ കിട്ടുന്ന 90%. എത്രയാണോ കോസ്റ്റ് പ്രൈസ് അതിന്റെ 90% 2070 എന്ന് പറയുന്നത്.
5% ലാഭം ഉണ്ടാക്കാനെന്നാണ് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസിന്റെ 105% വിറ്റാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, അദ്ദേഹത്തിന് ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ വിലയാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈവശം ഉത്തരത്തിലേക്ക് എത്താനായിട്ട് ഇപ്പോൾ ഉള്ളത് ആ 90% എത്രയാണ് എന്നതാണ്. അപ്പോൾ 2070 എന്ന് പറയുന്നത് 90% നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 1% എന്തായിരിക്കും? 2070 / 90 ആയിരിക്കും. 2070 / 90 ആയിരിക്കും 1%. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? 105%. അപ്പോൾ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 105 ചെയ്താൽ മതി. ഇതും വെട്ടി 3 വെച്ച് പോയാൽ ഇവിടെ 3 വട്ടം, 3 വെച്ച് പോയാൽ ഇവിടെ 35 എന്ന് വരും. ഇനി നമുക്ക് 3 വെച്ച് ഇവിടെ വെട്ടാലോ? ഇവിടെ വെട്ടിക്കഴിഞ്ഞാൽ 6, 9. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടേണ്ടത് 69 × 35 ചെയ്താൽ എന്ത് കിട്ടുമെന്നാണ്. 9 5 45, 6 5 30 + 4 34, 9 3 27, 6 3 18 + 2 20. ഇത് രണ്ടും കൂടെ നമുക്ക് കൂട്ടണം. അപ്പൊ ഇവിടെ 5 1 4 2 2 4 1 5 എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ കാര്യങ്ങൾ അറിയാമെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 196 ചതുരശ്ര മീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ് നമ്മുടെ ചോദ്യം. വിസ്തീർണം ഇവിടെ തന്നിട്ടുണ്ട്, സമചതുരമാണെന്ന് തന്നിട്ടുണ്ട്. സമചതുരത്തിന്റെ ഒരു വശം എ ആണെങ്കിൽ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം A² ആണ്. A² വാല്യൂ ഓൾറെഡി ചോദ്യത്തിൽ തന്നു 196. എ എന്ന് പറയുമ്പോൾ √ 196, അതായത് നമുക്ക് അവിടെ 14 എന്നാണ് കിട്ടുക. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം, 5 7 14 എന്നീ 3 സംഖ്യകൾ കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ്. LCM കണ്ടുപിടിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ LCM ഓഫ് 5 7 14, അതായത് LCM എന്നതുകൊണ്ട് അല്ലെങ്കിൽ ലസാഗു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്? ഈ തന്നിരിക്കുന്ന 3 നമ്പറുകൾ കൊണ്ടും പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ് LCM കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ LCM കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഡിവിഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. 5 7 14. അപ്പൊ ഇവിടെ നമുക്ക് 7 വെച്ചിട്ട് പോവും, ഇവിടെ പോകത്തില്ല 5-ല്. അപ്പൊ 5 താത്തി എഴുതുന്നു, 7-ല് 1 വട്ടം പോവും, 14-ല് 2 വട്ടം പോവും. ഇപ്പൊ ഇനി നമുക്ക് പോകാൻ പറ്റത്തില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ 7 × 5 × 1 × 2 ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് LCM എന്ന് പറയുന്നത്. 5 × 2 10 ആണ്, 10 × 7 എത്രയാണ്? 70 ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. അതായത് 5 7 14 എന്നീ നമ്പറുകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? 70 ആണ്. ഇനി അടുത്തത്, 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങായിരുന്നു. ഇപ്പോൾ ഷാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ഇത് നമുക്ക് റേഷ്യോ മെത്തേഡിലൂടെ പോകുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ചോദ്യമാണ്. 5 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ആദ്യം പറയുന്നത്. 5 വർഷം മുമ്പ് സാബു ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ സാബു ഉണ്ട്, അതുപോലെ തന്നെ ഷീലയുണ്ട്. സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങുന്നതാണ്. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള വയസ്സുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 12 വയസ്സാണ്. എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം വയസ്സുകളുടെ വ്യത്യാസം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മാറത്തില്ല അല്ലെ. ഇപ്പോഴത്തെ വയസ്സിന്റെ വ്യത്യാസം 12 ആണ്. 5 വർഷം കഴിയുമ്പോഴും 12 ആയിരിക്കും. 5 വർഷം മുമ്പ് എത്രയാണെന്ന് വെച്ചാലും 12 ആയിരിക്കും. അതൊരിക്കലും മാറത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഷ്യോയില് വയസ്സിന്റെ വ്യത്യാസം എത്രയാണ്? അതായത് റേഷ്യോയില് 3:1 എന്നാണ് നമുക്ക് റേഷ്യോ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വ്യത്യാസം എത്രയാണ്? 2 ആണ് അല്ലെ. 3 - 1 എന്ന് പറയുമ്പോൾ 2 ആണ്. ആ 2 റേഷ്യോയ്ക്ക് തുല്യമാണ് ഈ പറയുന്ന 12 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റേഷ്യോ എത്രയായിരിക്കും? ഒരു റേഷ്യോ എന്ന് പറയുന്നത് 12/2 6 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 3 റേഷ്യോ ആണ് എന്ത്? സാബുവിന്റെ വയസ്സ് എന്ന് പറയുന്നത്. 1 ആണ് എന്ത്? ഷീലയുടെ വയസ്സ് എന്ന് പറയുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഷീലയുടെ വയസ്സ് കണ്ടുപിടിക്കാനാണ്, ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ 5 വർഷം മുമ്പ് ഷീലയുടെ വയസ്സ് എത്രയായിരിക്കും? 6 × 1 ആണ്, 6 വയസ്സാണ്. അപ്പൊ ഇപ്പോഴെത്രയായിരിക്കും? 5 വർഷം മുമ്പാണ് 6, ഇപ്പോൾ എത്രയായിരിക്കും? 6 + 5 നമുക്കവിടെ 11 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഉത്തരത്തിലേക്ക് വേഗത്തിൽ എത്താൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കുറെ സമയം നമുക്ക് അവിടെ നഷ്ടപ്പെടുന്നതായിരിക്കും. ഇത് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഒരു പ്രത്യേക കോഡിൽ ലവ് എന്നത് NQXG എഴുതിയിരിക്കുന്നു എങ്കിൽ ഹെയ്റ്റ് എന്നതിനുള്ള കോഡ് ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എങ്ങനെയാണ് ഈ ലവിൽ നിന്ന് NQXGയിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷം നമ്മൾ ഹെയ്റ്റിന്റെ കോഡ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുക, ഇവിടെ ലവ് എന്ന് പറയുന്നതാണ് നമ്മുടെ വേർഡ്. അതിനെ NQXG എന്ന് എഴുതിയിരിക്കുന്നു. നോക്കുക, LMN, അതുപോലെ തന്നെ OPQ, UVWX, EFG. അപ്പോൾ കോഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ മനസ്സിലായി. L കഴിഞ്ഞാൽ വരുന്ന തൊട്ടടുത്തുള്ള
ലെറ്റർ എഴുതിയില്ല, അതിന് ശേഷം വരുന്ന ലെറ്റർ എഴുതി. ഓ കഴിഞ്ഞാലും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഹെയ്റ്റിനെ എങ്ങനെ നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും? HIJ, അതുപോലെ തന്നെ ABC, JC വരുന്ന ഓപ്ഷൻ. ഇപ്പോൾ 3 ഓപ്ഷൻ അങ്ങനെ വരുന്നുണ്ട്. PQRST UV, വി ആണ് JCV എന്ന് പറയുന്ന ഓപ്ഷൻ. പിന്നെ EFG, G, അതായത് ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി നമുക്ക് തൊട്ട് മുമ്പത്തെ ചോദ്യം ഉണ്ടല്ലോ, 91ാമത്തെ ചോദ്യം നമ്മൾ ഓൾറെഡി ചെയ്തല്ലോ, ഷീലയുടെ വയസ്സ് കണ്ടുപിടിച്ചല്ലോ. അത് നമ്മളിപ്പോൾ റേഷ്യോ മെത്തേഡിലൂടെയാണ് നമ്മൾ ചെയ്തത്. അതല്ലാതെ എങ്ങനെ ചെയ്യാമെന്നും കൂടെ ഒന്ന് പറയാം. ഇപ്പോൾ ചിലർക്കെങ്കിലും റേഷ്യോ മെത്തേഡ് അറിയില്ല എങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ് എന്ന് പറയുന്ന ആ ഒരു ഇത് ഇട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങായിരുന്നു. അപ്പോൾ നോക്കുക, ഷീലയുടെ വയസ്സ് ഞാനിവിടെ എക്സ് ആയിട്ട് എടുത്തു, സാബുവിന്റെ വയസ്സ് അപ്പോൾ എത്രയായിരിക്കും? 3x ആയിരിക്കും. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് 12 വയസ്സ് കൂടുതലാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വയസ്സുകൾ തമ്മിൽ ഡിഫറൻസ് എത്രയായിരിക്കും? 12 ആയിരിക്കും. അപ്പോൾ 3x - x എന്ന് പറയുന്നത് 12 ആണല്ലോ. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷീലയുടെ വയസ്സാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 3x - x എന്ന് പറയുമ്പോൾ 2x കിട്ടും. 2x എന്ന് പറയുന്നത് 12 ആണ്, x എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ നമ്മൾ 5 വർഷം മുമ്പുള്ള ഷീലയുടെ വയസ്സാണ് ഇപ്പോൾ നമുക്ക് 6 എന്ന് കിട്ടിയത്. അപ്പോൾ 5 വർഷങ്ങൾക്ക് ശേഷം എത്രയായിരിക്കും? 6 + 5 നമുക്കിവിടെ 11 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. റേഷ്യോ മെത്തേഡ് അറിയില്ലെങ്കിൽ നമ്മൾ ഈ ഒരു രീതി ഫോളോ ചെയ്യാം. ഇത് നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന രീതിയാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 1 - 1/2 × 1/2 + 1/2 ചെയ്താൽ എന്ത് കിട്ടും എന്നാണ് നമ്മുടെ ചോദ്യം. 1 - 1/2 × 1/2 + 1. അപ്പോൾ ഈ ഒരു പോർഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് ആദ്യം ചെയ്യേണ്ടത്. 1/2 × 1/2 ചെയ്താൽ എത്ര കിട്ടും? 1/2 × 1/2 ചെയ്താൽ 1/4 ആണ് കിട്ടുക. 1/2 × 1/2 ചെയ്താൽ 1/4. അപ്പോൾ 1 - 1/4 + 1/2 എന്നാണ് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഇത് നമ്മൾ ഇതിന്റെ എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ നമ്മൾ കോമൺ ആക്കണം, 4 ആക്കി മാറ്റണം നമ്മുടെ ഈ ഒരു കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ 4/4 എന്ന് വരും. പിന്നെ മൈനസ് എന്താണ്? 1. ഇതിനെ ഇവിടെ 4 ആക്കാൻ × 2 ആണ് നമ്മളിവിടെ ചെയ്യുക. അപ്പോൾ ഇവിടെ 2/4 എന്ന്, അപ്പോൾ ഇവിടെ +2 എന്ന് വരും. 4 - 1 + 2 എന്നാണ് ചെയ്യുക. 4 - 1 3 ആണ്. 3 + 2 എന്ന് പറയുമ്പോൾ 5 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 5/4 എന്നാണ് ഓപ്ഷനിൽ വരിക. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് കാണുന്നില്ല. മിക്സഡ് ഫ്രാക്ഷൻ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ 1/4 എന്ന് വരും. 1/4 എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇങ്ങനെ ഈ ഒരു ചോദ്യം ചെയ്യുക. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ഒന്ന് ചെയ്യാം. ചിലപ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവില്ല, പെട്ടെന്ന് ചെയ്തു പോയതുകൊണ്ട്. 1 - 1/2 × 1/2 + 1/2 എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ബോട്ട് മാസ് നിയമം അപ്ലൈ ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഉള്ള ഭാഗം നമ്മൾ ആദ്യം ചെയ്യണം. അപ്പോൾ 1/2 × 1/2 എന്ന് പറഞ്ഞാൽ 1/4 എന്നല്ല വരിക. അപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? 1/4 എന്നായിട്ട് മാറി. ഇനി കാൽക്കുലേഷൻസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാത്തിനെയും ഡിനോമിനേറ്റർ എന്താക്കണം? 4 ആക്കി മാറ്റി, കോമൺ ആക്കി മാറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ × 4 ചെയ്യണം. ഇതിവിടെ താഴെ 4 ആക്കുമ്പോൾ മോൾ ഭാഗം എന്ത് ചെയ്യണം? 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 4 വന്നു, വാല്യൂ ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി. ഇനി ഇവിടെ 4 ആണ്, അതിനി മാറ്റേണ്ട ആവശ്യമില്ല. ഇവിടെ 4 ആക്കാൻ വേണ്ടി × 2 നമ്മൾ ചെയ്യും. അപ്പോൾ ഇപ്പോൾ എന്താണ്? നമ്മുടെ ഇവിടെ 4 ആയിട്ട് മാറി. ഇപ്പോൾ നമ്മൾ 4/4 - 1/4 പ്ലസ് എന്താണ്? 2/4 എന്നാണ് നമ്മുടെ ഇക്വേഷൻ ഉള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ ഇപ്പോൾ എന്താണ്? 4 ആയിട്ട് മാറിയില്ല. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് 4 - 1 + 2/4 എന്ന് എഴുതാം. 4 - 1 എന്ന് പറയുമ്പോൾ 3 ആണ്. 3 + 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5/4 എന്ന് കിട്ടി. 5/4. അതിനെ നമ്മൾ ഇനി എന്തിലേക്ക് മാറ്റണം? മിക്സഡ് ഫ്രാക്ഷൻ. കാരണം 5/4 എന്ന് പറയുന്ന ഓപ്ഷൻ എവിടെ ഇല്ല, നമ്മുടെ ചോദ്യത്തിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ മിക്സഡ് ഫ്രാക്ഷൻ രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ 4/5 നമ്മൾ ചെയ്താൽ ഒരു വട്ടം പോകും. അപ്പോൾ ഇവിടെ 4. ഇനി നമ്മൾ ഇതിനെങ്ങനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റും? ഇതാ ഈ 1 എടുത്ത് ഇങ്ങനെ എഴുതുക. പിന്നെ ഈ ഡിനോമിനേറ്റർ ആയിട്ടുള്ള 1 ഡിവൈഡഡ് ബൈ ഈ 4. 1/4. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും വരാൻ പോകുന്ന പരീക്ഷകളിൽ ഇതേ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. കാരണം മാത്സ് എന്ന് പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾ കുറേ പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ചോദിക്കുന്ന ടൈപ്പ് ഏകദേശം ഒരേപോലെ ആയിരിക്കും. വാല്യൂസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊക്കെ ആയിരിക്കും
ചോദിക്കുക. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യണം. അതോടൊപ്പം തന്നെ ചില ടോപ്പിക്കുകളുടെ ബേസിക്സും പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന മാത്സ് എളുപ്പമാക്കാൻ പറ്റുള്ളൂ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുമ്പോൾ ഓരോ ചോദ്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് നമ്മൾ ചിന്തിച്ച് പോകുമ്പോൾ തന്നെ ആ ബേസിക് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ചോദ്യത്തിൽ മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റുന്ന രീതി നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ആ ഒരു രീതി, ആ ചോദ്യം നമ്മൾ ചെയ്തപ്പോഴല്ല പഠിച്ചത്. അപ്പോൾ നാളെ ഒരു പരീക്ഷയ്ക്ക് ഇതേ തരത്തിലുള്ള ചോദ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് കിലോമീറ്റർ പെർ ഹവറിൽ നിന്ന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിൽ എങ്ങനെയാണ് കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റുക എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് മാത്സ് നമുക്ക് സിമ്പിളാക്കി എടുക്കാൻ പറ്റുക. അതായത് നമ്മളിപ്പോൾ കുറേ ഗൈഡൊക്കെ എടുത്തിട്ട് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് PSC ചോദിക്കുന്നത് മനസ്സിലാവാത്ത ഒരു പഠനമായിരിക്കും. കാരണം ഗൈഡിൽ ചറപറ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അതേസമയത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഗൈഡിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് PSC ചോദിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുകയും പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ 2024-ലും 2025-ലൊക്കെ നടത്തിയിരിക്കുന്ന പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവഴി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പോവുക വഴി നമുക്ക് മാത്സ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സിൽ കൂടുതൽ ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം.